നമ്മൾ ആദ്യം പെരിയാർ ഹൗസിന്റെ അടുക്കളയിലേക്കാണ് ഇടിച്ചു കയറിയത്. പക്ഷെ അവിടത്തെക്കാളും ഭംഗി ഇവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തൽക്കാലം അടുക്കള ഇങ്ങോട്ട് മാറ്റി സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പുലിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം ഇബ്രാഹിം ഇവിടുത്തെ ഷെഫാണ്. ഇദ്ദേഹം മുമ്പ് ബാപ്പയ്ക്ക് ഹോട്ടൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. അപ്പൊ അന്ന് ബാപ്പയുടെ കടയിൽ ഉണ്ടാക്കുന്ന മട്ടൻ പെരളൻ അതാണ് നമുക്ക് പറഞ്ഞുതരാന്ന് അല്ലേ? നമ്മളിപ്പോ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അത് എല്ലോട് കൂടി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തേക്കാണ്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഇത് മാഗ്നറ്റ് ചെയ്യാനായിട്ട് വെക്കണം. മസാലകളെല്ലാം കൂടെ കൂട്ടി അതേതൊക്കെയാണെന്ന് ഇദ്ദേഹം പറയും. മസാലകളെല്ലാം കൂടി മാഗ്നറ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് വെക്കണം. ഇതിനകത്ത് ചേർത്തിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഫ്രഷ് ആയിട്ട് ഗാർഡനിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഏലക്കായും കുരുമുളകും ഒക്കെ ഇവിടെ കിട്ടും. പക്ഷേ നമുക്ക് അവിടെ കിട്ടാത്തതുകൊണ്ട്, നാട്ടിൽ കിട്ടാത്തതുകൊണ്ട് ഗരം മസാലയുടെ കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്താൽ മതി. ആദ്യം അത് ചേർക്കുക. അതിനുശേഷം മുളക് പൊടി, ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇതിന്റെ അളവ് കൂടെ പറയാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 6 അല്ലി മുതൽ 8 അല്ലി വരെ പേസ്റ്റ് ആക്കിയ ഗാർലിക്, വെളുത്തുള്ളി, പിന്നെ ഉപ്പും, പാകത്തിന് ഉപ്പും ചേർത്തു. അപ്പൊ ഇനി ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് ഇത് മാഗ്നറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ നമ്മൾ 10 മിനിറ്റ് മാഗ്നറ്റ് ചെയ്യാൻ വെച്ച മട്ടൺ പ്രഷർ കുക്കറിലേക്ക് ഇട്ടു. അതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം, അല്ലെ, കഷ്ടി 1/2 ഗ്ലാസ് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു. ഇനി 3 വിസിൽ, അല്ലെ, 3 വിസിൽ കേൾക്കുന്നവരെ. ഓക്കെ. ആ ഗരം മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഫ്ലേവർ വരുന്നുണ്ട്. അതെ. അപ്പൊ ഇനി ഇത് പെരട്ടിയെടുക്കണം. ഇനിയാണ് പെരളനാക്കുന്നത്. വെളിച്ചെണ്ണയല്ലേ? വെളിച്ചെണ്ണയാണ്. 2 സവാള നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഓക്കെ. അപ്പൊ 1 കിലോ മട്ടന് വേണ്ടിയിട്ട് 2 സവാള. ഏകദേശം സവാള നന്നായിട്ട് എന്തായാലും വഴറ്റി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് അതിലേക്ക് തന്നെ നമുക്കായിട്ട് അതായത് കുറച്ച് ഉള്ളി ചതച്ചത് 2 സ്പൂൺ നമുക്ക് ഇടാം. ഓക്കെ. എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറി. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി സ്വല്പം മതി. കാരണം നേരത്തെ നമ്മൾ മട്ടനിൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സ്വല്പം മുളക് പൊടി, ഗാർലിക്. ഇപ്പോ ഈ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ കൂടുതലും നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും ഒക്കെയാണല്ലോ വരുന്നത്. അതുകൊണ്ടായിരിക്കും എരിവ് കുറച്ച് നമ്മൾ ചെയ്യുന്നത്. ഇത് സ്പൈസ് വളരെ. അത് കഴിഞ്ഞിട്ട് 2 തക്കാളി ഇതിലേക്കാണ് ചെയ്യുന്നതാണ്. ചോപ്പ് ചെയ്ത് തക്കാളി 2, കുറച്ച് കറി ലീവ്സ്, കുറച്ച് കറിവേപ്പില. നല്ലൊരു ഫ്ലേവറും നല്ല സ്മെല്ലും എല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മട്ടൻ ഇതിലേക്ക് ചേർക്കാം. നമ്മളിപ്പോ ഇതിനകത്തേക്ക് തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ട് അത് അലിഞ്ഞ് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഈ മട്ടൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര സമയം? സാധാരണ നമ്മൾ വീടുകളിലൊക്കെയാണ് സാധാരണ മട്ടൻ വെള്ളം വെക്കുന്നുണ്ടെങ്കിൽ സാധാരണ ചട്ടിയിൽ നമ്മൾ ഇങ്ങനെ ഒരു 1/2 മണിക്കൂറെങ്കിലും ചെറിയ തീയിൽ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. സാധാരണ നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ് മതി. സാധാരണ അത് നന്നായിട്ട് ഈ മസാല ഇതിനകത്തൊന്ന് പിടിക്കണം. പിടിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് കോക്കട്ടൻ മിൽക്ക് ഉണ്ട്, അത് വെച്ചിട്ട് ലാസ്റ്റ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അത് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ പെരളൻ കഴിക്കാനായിട്ട് റെഡിയായി. എന്റെ വായിൽ വെള്ളം ഊറുന്നുണ്ട് സംസാരിക്കുമ്പോഴത്തേക്ക് തപ്പിപ്പോകുന്നുണ്ട്. ശരി, എന്നാ ഒഴിക്കാന്ന. ഇപ്പോ മട്ടൻ പെരളൻ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഷെഫുമാരുടെ ഒരു സീക്രട്ടാണ്, ഇച്ചിരി മുറ്റുള്ള ഇറച്ചിയാണെങ്കിൽ ഒരല്പം കേർഡിൽ അത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൈരിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം വേവും, അത് സോഫ്റ്റ് ആയി മാറുകയും ചെയ്യും. കിടിലം, ഉഗ്രൻ ടേസ്റ്റാണ്. അപ്പൊ ഇന്ന് തന്നെ മട്ടൻ വാങ്ങിയിട്ട് മട്ടൻ പെരളൻ ഉണ്ടാക്കി നോക്കുക. അടിപൊളിയായിരിക്കും, ഞാൻ ഗ്യാരണ്ടി. അവസാനം തേങ്ങാപ്പാലിന്റെ സീക്രട്ട് മറക്കരുത്.